വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ് ആൻഡ് ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നാണ് നമ്മൾ തൃച്ചിക്ക് പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ട്രെയിൻ. ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ലഞ്ച് കൊണ്ടുപോകണം. ട്രെയിനിൻ്റെ അകത്ത് പാൻട്രി ഇല്ല. അപ്പോൾ ഒരു 2-2:30 ആവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടാനായിട്ട്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ക്യാരി സംതിങ്. അപ്പോൾ രാവിലെ ലഞ്ച് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാനിന്ന് ഇടപെട്ടിട്ടില്ല. അമ്മ ഇന്നലെ അപ്പത്തിൻ്റെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുക കിഴങ്ങ് കറി വെക്കണോ ചമ്മന്തി കാച്ചണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചമ്മന്തി കാച്ചിയാൽ മതി, ലൈറ്റായിട്ട് മതി. കിഴങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസും കയറി ട്രെയിനിൻ്റെ അകത്ത് കിടന്ന് കോലപ്പെടണ്ടല്ലോ. തലവേദനയാണെങ്കിൽ എപ്പോൾ വരണമെന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ എനിക്ക്. ഇപ്പം നിങ്ങൾ ഈ ഓഡിയോൻ്റെ ബാക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കാക്ക കരയുന്നതാണ് കേട്ടോ. അത് അവോയ്ഡ് ചെയ്തിട്ട് ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ രാത്രിയേ എനിക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാറിൻ്റെ അകത്ത് കയറിയിരുന്ന് വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യുന്നത്. ഒരു കാക്ക ഇവിടെ എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് തന്നെ കരയുന്നുണ്ട്. അതിൻ്റെ ഒച്ചയാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. രാവിലെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള കാപ്പിക്കുള്ള വെള്ളം ഞാൻ കെറ്റിലിൽ വെച്ചു. അമ്മ എണീറ്റപ്പോൾ തന്നെ അരിയും അടുപ്പത്തിട്ട് കുറച്ച് ചെറുപയറും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കുള്ള പാലും കാപ്പിയുടെ കൂടെ തന്നെ എല്ലാവർക്കും ഉള്ള പാല്, പിള്ളേർക്കും ഉള്ള പാലും ഒക്കെ ഒഴിച്ചു വെച്ചു. ഇനി ഇതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ കോഫിയും എടുത്ത് നമുക്ക് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ ഒന്ന് കാണാം. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഈ കാഴ്ച കാണാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇവിടെ ഇരുന്ന് പതുക്കെ ആസ്വദിച്ച് ഈ കോഫി അങ്ങ് കുടിക്കാം. അപ്പുറത്തെ വീട്ടിലിതേ കൊച്ചുവെപ്പ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നു. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ചധികം പേരുണ്ട്. അധികം പേരെന്ന് പറഞ്ഞാൽ 10-50 പേരുണ്ട്. ആ കണ്ടതാണ് എൻ്റെ വീട്. കൊച്ചുവെപ്പയാണ് അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ പോയി ബാക്കി പരിപാടികൾ നോക്കാം. അമ്മ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അപ്പം ഒക്കെ ഒരു 7-8 എണ്ണം ചുട്ട് കഴിഞ്ഞു. ഞാൻ തിരിച്ച് താഴത്തോട്ട് പോകാൻ നേരത്ത് നോക്കിയപ്പോഴേ ഇത് ഇന്നലെ രാത്രി മെഷീനിലിട്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെള്ളം വന്നിട്ടില്ലായിരുന്നു എന്ന്. അല്ലാതെ അത് ഓർക്കാണ്ട് ഇതെടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. ഈ വാഷിംഗ് മെഷീനിലാണെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാണ്ട് ആ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. ഇനി അതിന് വേറെ വല്ല വകുപ്പും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ചേച്ചി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് സെറ്റിലാവാൻ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, അവിടുത്തെ മെഷീനാണ്. തുണി അലക്കി കഴിയാണ്ട് ഇത് തുറക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം. കാരണം പല വഴിയും ഞാൻ നോക്കി തുറക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും തുണി ഇട്ടും പോയി കഴുകാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് വെള്ളം വരുന്നില്ല എന്നുള്ള കാര്യം ചിന്തിച്ചതാൽ മേളിൽ വെള്ളവും തീർന്നിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാത്രി വെള്ളം വന്നു. 10-11 മണിക്ക് വെള്ളം വന്നു. അപ്പോൾ രാവിലെ അലനായിരിക്കണം, മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, തുണി കഴുകി തീർന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ പിറക്കി വെച്ചാൽ മതിയല്ലോ. അത്യാവശ്യമുള്ളതൊക്കെ നേരത്തെ തന്നെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അലൻ. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് താഴെ വന്നിട്ട് അതേ ലഞ്ചിന് ഞാൻ ചോറും ഇത്തിരി തക്കാളിക്കറിയും പയറ് മെഴുക്ക് വരട്ടിയതും മുട്ട ചിക്കിയതും കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇത്തിരി മോരും കൂടെ കാച്ചി ഒരു കുപ്പിയിലെടുക്കാമെന്ന് വിചാരിച്ചു. നോൺ വെജൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണി മേടിക്കും. കഴിഞ്ഞ തവണ ഞാൻ വേളാങ്കണ്ണിയിൽ പോയത് അപ്പനും അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ്. ആ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഞാൻ റിട്ടേണിൽ അങ്ങോട്ട് ഇതുപോലെ ഞങ്ങൾ ലഞ്ച് കൊണ്ടുപോയിരുന്നു. തിരിച്ച് വന്നപ്പോൾ ട്രെയിനിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ ഞാൻ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുമായിരുന്നു, ഫുഡ് പോയ്സൺ അടിച്ചിട്ട്. ഡോക്ടറോട് ഞാൻ ഇങ്ങനെ ട്രെയിനിൽ വന്നതാണ്, വേളാങ്കണ്ണി പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ വേളാങ്കണ്ണി ട്രിപ്പ് പോയി വരുന്ന പലരും വന്ന് അഡ്മിറ്റ് ആവാറുണ്ട്, ഫുഡ് അത്ര നല്ലതല്ല എന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാൻട്രി ട്രെയിനിലില്ല എന്നുള്ളത്. ലിജോയുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഇടയ്ക്ക് പറയുന്ന അലൻ്റെ ലുക്കലേക്ക് എന്ന് ഞാൻ പറയുന്ന അലൻ്റെ കസിൻ ലിജോയുടെ വീട്ടിലേക്ക്. ലിജോയുടെ അമ്മ എന്ന് പറയുന്നത് അലൻ്റെ പപ്പയുടെ പെങ്ങളാണ്, ലെനി ആൻറ്റിയുടെ ഹസ്ബൻഡാണ് ജോൺ അങ്കിൾ ഇസ് ഓൾസോ ഫ്രം ഇരവിപുരം. അങ്കിളിന് അവിടെ ജോലി ആയതുകൊണ്ടാണ് അവരവിടെ സെറ്റിലായേക്കുന്നത്. ഇവിടെ അവർ വീട് കെട്ടി പാല് കാച്ചി ഇസിയോയുടെ ബാപ്റ്റിസം ഒക്കെ നിങ്ങളത് കണ്ടു കാണും, ഹൗസ് വാമിങ് ആൻഡ് ബാപ്റ്റിസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിജോയും വൈഫും ബേബിയും ഇവിടെയാണുള്ളത്, അങ്കിളും ആൻറ്റിയും അവിടെ. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ടാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. അവിടുന്ന് കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന ഡിസ്റ്റൻസ് ഉണ്ട് വേളാങ്കണ്ണിയിൽ പോയി വരാനായിട്ട്. അപ്പോൾ ഇതേ 2 പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കടായി ഒരു കറിച്ചട്ടി തക്കാളിക്കറി വെക്കാൻ കടായി,
പയറുലത്താനായിട്ട്. പയർ വെന്തിരിക്കുമല്ലേ, രണ്ടിലും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പയറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പുറത്തും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടു. തക്കാളി കറിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പയറിന് ഞാൻ പയർ ഉലർത്തിയെന്നും മെഴുക്ക് പുരട്ടിയെന്നും ഒക്കെ പറയാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം. തേങ്ങയൊന്നും ചേർക്കാണ്ട്, തോരനല്ല. തക്കാളി കറിക്ക് സാധാ പോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തക്കാളി ഇട്ട് തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു തക്കാളി കറി. അധികം ഗ്രേവി ഇല്ലാണ്ട് കൊണ്ടുപോകുന്നതാണല്ലോ നല്ലത്. ഒരൊറ്റ പൊതി മതി ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ. ഇവിടെ ആകുമ്പോൾ ഒറ്റ പ്ലേറ്റ് മതി. എപ്പോഴും വായിലെയും ഞങ്ങൾ 3 പേരെന്നേ വരത്തുള്ളൂ കേട്ടോ. ഞാനും അലനും കുക്കും. അതങ്ങനെ ഒരു 6-7 വർഷം അങ്ങനെ ശീലിച്ച് പോയതുകൊണ്ടാവണം. നിലൂന് പിന്നെ എല്ലാ പൊതിയിൽ ഓരോ ചോറ് എടുത്തു കഴിഞ്ഞാൽ അവനുള്ളതാവുമല്ലോ. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ഒന്നും പൊതിഞ്ഞെടുക്കുന്നില്ല. ലഗേജ് തന്നെ ഇപ്പോൾ തന്നെ 3 കവറുണ്ട്. പ്ലസ് ഇനി അലൻ്റെ ഡ്രസ്സും കൂടെ വരണം. അതിനി എടുത്ത് വെക്കാനുണ്ട്. നമ്മൾ കവറിലാക്കി മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാഗിലേക്ക് ആക്കണം. അപ്പോൾ പൊടികളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-ലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. തക്കാളി കറിക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, ഇച്ചിരി ചുവന്ന നിറത്തിലിരിക്കാനായിട്ട്. അതൊന്ന് വഴന്ന് വരുന്ന സമയത്തിന് നമുക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ മൂത്തു ആ പൊടികളൊക്കെ. ഇനി ഇതും ഒന്ന് ചിക്കി എടുത്താൽ മതി. പയർ അമ്മ ഇന്ന് രാവിലെ വേവിച്ചത് ഇത്തിരി വെന്ത് പോയി. എനിക്ക് പയർ ഇത്തിരി ഇങ്ങനെ വിട്ട് നിൽക്കണം. ഇങ്ങനെ കുഴഞ്ഞ് വരുന്നതിനേക്കാളും കഞ്ഞിക്കാണെങ്കിൽ ദിസ് ഇസ് ഓക്കെ. പക്ഷേ ചോറിന് ഇച്ചിരി കൂടെ വേവ് കുറയ്ക്കണമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് അമ്മ രാവിലെ എണീറ്റത് ചെയ്തില്ലേ. അപ്പോൾ എനിക്കിപ്പോൾ അത്രയും കാര്യങ്ങൾ എളുപ്പമായില്ലേ. ഇനിയിപ്പോൾ പയർ വേവുന്ന അത്രയും ടൈം എനിക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ പൊടികളും ഉള്ളിയൊക്കെ വഴന്ന് വന്നതിനകത്തോട്ട് ഞാനൊരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് അരിഞ്ഞങ്ങോട്ട് ഇട്ടു. ഇത് മുഴുവൻ വെന്തുടയണം, അതുകൊണ്ടാണ് ഞാൻ വലിയ പീസായിട്ട് തന്നെ ഇട്ടത്, നുറുക്കാതെ. ഇതിലേക്ക് നിലു വെള്ളം കുടിക്കുന്ന കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അമ്മ ഇവിടെ തേങ്ങ തിരുകുന്നുണ്ട്. നമുക്ക് അപ്പത്തിന് ചമ്മന്തി കാച്ചിയിട്ടില്ല, പ്ലസ് മോര് കാച്ചണം. അപ്പോൾ അതിന് 2-നും കൂടിയിട്ടുള്ള തേങ്ങ അമ്മ അവിടെ ആക്കിയെടുക്കുന്നുണ്ട്. ചോറ് വിസിലടിച്ചത് മാറ്റിയിട്ടാണ് ഞാൻ ഈ പയറും തക്കാളിയും അങ്ങോട്ടേക്ക് വെച്ചത്. ചോറായി, അതങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ചേക്കാം. പൊതിയാൻ സമയത്തിനാകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ടുണ്ടാവും. വെന്തിട്ടുണ്ട് ചോറ്, അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല. അമ്മ തേങ്ങ തിരുകാൻ ദേ പോന്നു. ആലൻ ഇന്ന് രാവിലെ പോയിട്ടില്ലായിരുന്നു, ലീവാണെന്ന് തോന്നുന്നു. ഇന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് നിലു എണീറ്റിട്ടില്ല. കുക്കു സാർ എണീറ്റ് അവിടെ ഇവിടെയും താങ്ങി തൂങ്ങി നിൽപ്പുണ്ട്, പക്ഷേ പല്ലൊന്നും തേച്ചിട്ടില്ല. ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ പാക്കറ്റിൽ ബ്രഷ് ഇട്ട് വെച്ചത് ബാക്കിയുള്ളവർ ബ്രഷ് ചെയ്തിട്ട് അതേ പാക്കറ്റിലോട്ട് ഇട്ട് വെക്കാനാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ പോകുമ്പോൾ അവിടെ ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ തന്നെ ആ പാക്കറ്റ് റാപ്പ് ചെയ്തെടുക്കാമല്ലോ. ഇപ്പോൾ ഞാൻ 2-3 ചെറിയുള്ളിയാണ് ഉരിച്ചെടുക്കുന്നത്. നമുക്ക് മോരിനും ചെറിയുള്ളി വേണം, ചമ്മന്തി അരയ്ക്കാനും ചെറിയുള്ളി വേണം. 2 ജാർ എടുത്തിട്ട് ഒന്നിൽ ചമ്മന്തിക്കായിട്ടുള്ള കൂട്ടും ചെറിയ ജാറിൽ ഞാൻ മോരിനായിട്ടുള്ള കൂട്ടും കൂടെയാണ് അരച്ചെടുക്കുന്നത്. മോരിന് ഇത്തിരി തേങ്ങ മതി, ഇച്ചിരി തൈരും കൂടെ ചേർത്തിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. ചമ്മന്തിക്ക് കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്. ചമ്മന്തി ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ആലന് ഇഷ്ടം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിടാം. ചെറിയുള്ളി 2-ലും കുറച്ചിട്ട് കൊടുക്കാം. ഓരോ ഉണ്ട പച്ചമുളക് ഇടുന്നുണ്ട്, നല്ലൊരു മണം വരും ഉണ്ട പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ. ഇത് എന്ത് മുളക്? ഉടന്തലി മുളക്, യെസ്, ആ മുളക്. കുറച്ച് മഞ്ഞൾപ്പൊടി 2-ലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിക്ക് മാത്രമായിട്ട് കുറച്ച് മുളക് പൊടി, ഇത്തിരി പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ മോരിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയുള്ളിയുടെ കൂടെ. തൈരും വെള്ളവും ചേർത്തിട്ട് മോരിനും അപ്പുറത്ത് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് ചമ്മന്തിക്ക് അരച്ചെടുക്കാം. ഉപ്പ് ഞാൻ 2-ലും ഇപ്പോഴേ ഇടുന്നുണ്ട്. ഇനി ഒരുമിച്ച് താളിച്ച് കൂട്ടാനാണ് പ്ലാൻ. അപ്പോൾ മോരിനുള്ളത് നല്ല പരുവത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതാണ് ഇത്തിരി നേരം സ്റ്റക്കായി നിന്നത്. അതെടുത്ത് മാറ്റിയിട്ട് നമുക്കിനി ചമ്മന്തിക്കായിട്ടുള്ള ജാറ് വെച്ച് അതും അരച്ചെടുക്കാം. തക്കാളി കറി ഒന്ന് വെള്ളം വറ്റി വരാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇത്തിരി വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുകയും ചെയ്തല്ലോ. അത് ഇത്തിരി നടുക്കോട്ടാക്കി തീ കൂട്ടി വെച്ചാൽ ആ വെള്ളം മൊത്തം തിളച്ചങ്ങ് പറ്റിക്കോളും. നല്ല കുറുകി നല്ല കുഴഞ്ഞ പരുവത്തിൽ കറിയും കിട്ടും നമുക്ക്. ചമ്മന്തി കാച്ചാനായിട്ടാണ് ഞാൻ ആ കടായി എടുത്ത് വെച്ചിട്ടുള്ളത്. നടുക്കുള്ള പാത്രം മോരിനായിരുന്നു, അത് സ്റ്റീലാണ്. കുറച്ചധികം ചൂടായി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഹോമം നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. അതിപ്പോൾ ശരിയായിക്കോളും. എല്ലാത്തിലോട്ടും അല്ല 2 നമുക്ക് കടുകിടാം. അപ്പുറത്ത് മുട്ട പൊരിക്കാനായിട്ടുള്ള പാനും ഞാൻ വെച്ച് അതിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഇനിയിപ്പോൾ ഓംലെറ്റ് ആക്കണമെങ്കിൽ അതിന് ഇനി സെപ്പറേറ്റ് ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഞാൻ ചമ്മന്തിക്കും മോരിനും എടുത്തപ്പോഴത്തേക്ക് കഥം ഹോകയാ, ഇനി അതിൻ്റെ അകത്തില്ല.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുട്ട ചിക്കി എടുക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അതല്ലേ എളുപ്പം. അതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ മൊരിയാനും വേവാനും ഒന്നും കാത്തിരിക്കണ്ടല്ലോ. 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വയ്ക്കുക, ഉപ്പും കുരുമുളക് പൊടിയിട്ട് ചിക്കി കൂട്ടി അങ്ങോട്ട് എടുക്കുക. ചമ്മന്തിയിൽ ഒരിത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട്. മോരിൻ്റെയും ജാറ് കഴുകി ഒരിത്തിരി വെള്ളം ചേർത്തു. താളിച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇനി ഇത് പുറത്ത് വേറെ പരിപാടിയൊന്നും ചെയ്യണ്ടല്ലോ. 2 തീയും ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ചമ്മന്തി ആയാലും മോര് കാച്ചിയതായാലും തിളച്ച് കഴിഞ്ഞാൽ രുചി കുറയും എന്നുള്ളതാണ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. തിളച്ച് കഴിയുമ്പോൾ മോരും രസവും ഒക്കെ രുചി കുറയും ചമ്മന്തി. അപ്പോൾ നമുക്ക് പൊതി കെട്ടാനുള്ള കറികളൊക്കെ ആയി. പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പോൾ അവിടെ തുറന്ന് തന്നെ വെക്കുകയാണ്. ഇന്ന് ഒരിച്ചിരി തണുത്തിട്ട് വേണം പൊതിയാക്കി എടുക്കാനായിട്ട്. അത്രയും ചൂടോടെ എടുത്ത് വെക്കണ്ടല്ലോ പൊതിയിലേക്ക്. മോരൊക്കെയാണെങ്കിൽ കുപ്പിയിലോട്ട് മാറ്റണം. ചൂടോടെ കുപ്പിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചളുങ്ങും. എന്നിട്ട് അതെല്ലാം തണുക്കാൻ വെച്ചിരിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ഒരുത്തനെ പോയി എണീപ്പിച്ചെടുത്തു. കുക്കു എണീറ്റിട്ടുണ്ടായിരുന്നു. നിലു ഇപ്പോഴാണ് എണീറ്റത്. എണീക്ക് നിലു, കുച്ചു വണ്ടിയിൽ പോണ്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീറ്റത്. അവൻ ഈ മഞ്ചാടിയിലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ കുച്ചു വണ്ടിയിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ഈ ചെരുപ്പിടട്ടെ, അതായത് അവൻ റെഡിയായി. അവൻ്റെ വിചാരം പല്ല് തേച്ച് കഴിഞ്ഞ് ചെരുപ്പിട്ട് പോയാൽ മതിയെന്ന്. ആലൻ്റെ ഡ്രസ്സ് ഞാൻ മേളിൽ പോയപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കൊണ്ടുവന്ന് ആദ്യം ബാഗിലേക്കാക്കി. ഇനി ഞങ്ങളുടെ 3 പേരുടെയും എടുത്ത് വെച്ചിരിക്കുന്ന കവർ ഇതിലോട്ട് നമുക്ക് കുത്തി ഇറക്കിയിട്ട് ബാഗ് ക്ലോസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് രാവിലെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ, ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ആദ്യമേ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം നടക്കത്തില്ല. എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങോട്ട് പോകുമ്പോൾ ഈ ഡ്രസ്സ്, അവിടെ ചെന്ന് വേളാങ്കണ്ണി പോകുമ്പോൾ ഈ ഡ്രസ്സ്, തിരിച്ച് വന്ന് കുളിക്കുമ്പോൾ ഈ ഡ്രസ്സ്, അത് എൻ്റെതും അതെ പിള്ളേരുടേതും അതെ. അതിനനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും എല്ലാ ഡ്രസ്സും കഴുകാൻ പരുവത്തിനായിരിക്കും. അതായത് തിരിച്ചു വരുമ്പോൾ നമുക്ക് വാരിപ്പറക്കി കയറ്റിയാൽ മതി. അഴുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ കഴുകണ്ടാത്ത ഡ്രസ്സൊന്നും കാണത്തില്ല. ഞങ്ങളുടെ എല്ലാവരുടെ സെറ്റിലും ഫുൾ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ ഇതേ ബാഗ് പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ആലൻ്റെ ഒരു ഷോൾഡർ ബാഗും കൂടെ എടുക്കേണ്ടി വരും. കാരണം നിലുവിൻ്റെ പാമ്പേഴ്സ് എത്ര എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ആ പാമ്പേഴ്സിൻ്റെ പൊതി മൊത്തം, ബാക്കി ഇരിക്കുന്നത് മൊത്തം എടുക്കണം. അപ്പോൾ അതിന് ആലൻ്റെ ഒരു ഷോൾഡർ ബാഗും കൂടെ എടുക്കുന്നുണ്ട്. ആ ഒരു ഷോൾഡർ ബാഗിലാണ് ഞാൻ ലഞ്ചും വെള്ളവും കൂടെ ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹാൻഡി ആയിട്ട് സാധനങ്ങൾ ഇരിക്കട്ടെ എന്ന് കരുതി. അതിലേക്ക് തന്നെ ഇനി ഇവൻ്റെ അമൃതം പൊടി, ഇത്തിരി പാൽപ്പൊടി, പഞ്ചസാര ഇതെല്ലാം എടുക്കണം. ട്രെയിനിൽ പാലും വെള്ളമൊന്നും ഒത്ത പോലെ കിട്ടത്തില്ലല്ലോ. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. ആ ടൈമേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവരും ഒക്കെ റെഡിയായി, അതായത് അപ്പനും മക്കളും ഒക്കെ റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരികയും ചെയ്തു. എൻ്റെ സൗണ്ട് കുറവാണെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. പക്ഷെ പൊതുവേ ഞാൻ അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഒച്ചത്തിൽ എനിക്ക് ബഹളം വെച്ച് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റാറില്ല. ഞാനൊരു മൈക്ക് വാങ്ങിക്കാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ആദ്യം വാങ്ങിച്ചതിൽ എൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ ആരോ സംസാരിക്കണ പോലെ ഇരുന്നിട്ടാണ് ഞാൻ അത് റിട്ടേൺ ചെയ്തത്. ഐ ട്രൈ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേന് നിങ്ങൾ വോളിയം ബട്ടൺ ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ചോറ് പൊതിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ഇച്ചിരി ചോറ്, തക്കാളിക്കറി, പയറുലർത്തിയത്, മുട്ട ചിക്കിയത്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, എല്ലാവർക്കും കൂടെ ഒരൊറ്റ പൊതി. ഇനി ഇത് പൊതിഞ്ഞ് മാറ്റിയിട്ട് ബാക്കി നിലുവിൻ്റെ പലചരക്ക് സാധനങ്ങൾ എടുക്കാനുണ്ട്. മോരും ഒരു കുപ്പിയിലാക്കി. ഈ കുപ്പി അമ്മ പാൽപ്പൊടി ഇടാനായിട്ട് കഴുകി തന്നതാണ്, പക്ഷേ അത് ഉണങ്ങിയില്ല. അതുകൊണ്ട് പിന്നെ പാൽപ്പൊടി ഇടാനായിട്ട് ഞാനൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ കുപ്പി എടുത്തു. അപ്പോൾ അതിൻ്റെ നോസ്ട്രിലില്ല, അത് കറക്റ്റ് കുപ്പിക്ക് അകത്തോട്ട് കയറും. പാൽപ്പൊടി തട്ടാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇതെല്ലാം എടുത്തെങ്കിലും പഞ്ചസാര കോരാൻ ഞാനൊരു കരണ്ടി എടുക്കാൻ വിട്ടുപോയി. ഇത് അമൃതമാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ബോട്ടിലിൽ എടുത്താൽ അതിൻ്റെ മേളിൽ ഈ സ്മൂതി കുടിക്കുന്ന ആ ഒരു ചെറിയ ഒരു ഹോളുണ്ടല്ലോ, അതിലൂടെ തട്ടിയെടുക്കാമല്ലോ. 3 ദിവസത്തേക്ക് കണക്കാക്കി അമൃതം എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ നമ്മളവിടെ എത്തും കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇന്നലെ കഴുകി വെച്ചിരുന്നത് ഷൂ ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണത് ഉണങ്ങിയത്. അതിൻ്റെ ടാഗ് ഞാൻ വേറെ കഴുകി വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനത് സെറ്റാക്കിയാണ്. അപ്പോഴേക്ക് 2 പിള്ളേരെയും അപ്പൻ ഒരുക്കി കഴിഞ്ഞിരുന്നു. ഞാൻ ഉടുപ്പൊക്കെ അവിടെ എടുത്ത് വെച്ചു, ഇടിയിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കുച്ചു വണ്ടീനെ കുറിച്ചുള്ള കുച്ച് ഡിസ്കഷൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്ക് കറക്റ്റ് ഒരു 11 o'clock ആയപ്പോഴത്തേക്ക് ഓട്ടോ വന്നു. അമ്മയടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആലൻ്റെ ടിക്കറ്റില്ല, അമ്മ പൊയ്ക്കോ എന്നുള്ളൊരു ശ്രമം ആലൻ ഇന്നലെയും നടത്തിയിരുന്നു. ഹീസ് ആൻ ഏത്തിസ്റ്റ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് നടന്നില്ല, ആൾക്ക് പോകണ്ട, അതാണിപ്പോൾ ആലൻ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളുടെ തീരദേശ റോഡിലൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ തീരം ബലപ്പെടുത്തുന്ന പരിപാടിയാണ് ഈ സൈഡിൽ നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള മണ്ണ് കടലെടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനാണ് ഇങ്ങനൊരു സെറ്റപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മണ്ണ് പോകത്തില്ല അത്ര. എന്നിട്ട് ഇതിൻ്റെ മേളിലൂടെ റോഡ് കുറച്ച് വീതി കൂട്ടാനാണ് പ്ലാൻ.
നിലു എപ്പോഴും കുച്ചു കുച്ചു വണ്ടി ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവൻ ട്രെയിൻ വന്ന് വാ കയറാം, ട്രെയിനല്ല കുച്ചു കുച്ചു വണ്ടി വന്ന് വാ കയറ് അമ്മ കയറെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലുവിനെക്കാളും ഒരു ചെറിയ ആളുണ്ട് കേട്ടോ, ട്രാവൽ ചെയ്യാൻ 1 വയസ്സ് പോലും ആകാത്ത കക്ഷി. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇതേ സ്റ്റേഷനിലെത്തി. നമ്മുടെ വി പാർക്കൊക്കെയാണ് ആ കണ്ടത്, നൈറ്റ് പാർക്ക്, ആ ബ്രിഡ്ജിന് താഴെ തുടങ്ങിയിട്ടുള്ളത്. വുമൻസ് ഡേക്ക് ഞാനും ചേച്ചിയും പോയിരുന്നു. നമ്മുടെ വണ്ടി കേട്ടോ ഈ കിടക്കുന്നത്, പക്ഷേ AC കോച്ച് അങ്ങ് ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടം വരെ നടക്കണമായിരുന്നു. ഞങ്ങളങ്ങനെ നടന്നപ്പോഴത്തേക്ക് 2 ആൾക്കാർ കുറച്ച് നേരം തണലത്ത് നിൽക്കുന്നു. നല്ല ചൂട്, ആ പ്ലാറ്റ്ഫോമൊക്കെ നല്ല പഴുത്ത് കിടക്കുന്നു. ഇവിടെ ഇത്തിരി കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിയർക്കും. അങ്ങനെ അവിടെ വന്ന് ഒന്ന് തങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷെഡിൻ്റെ ഇടയ്ക്കും കുറച്ച് വെയിലത്തൂടി നടക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം തണലത്ത് നിൽക്കും. അങ്ങനെ ഞങ്ങളിതേ ബോർഡ് ചെയ്തു ട്രെയിനിലേക്ക്. അവിടെ ഇവിടെയായിട്ട് 2 കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് കേട്ടോ. ബോഗി സെയിം ആണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഈസിയോടെ ഫസ്റ്റ് ജേണി അല്ല, അവൻ ഓൾറെഡി ചെന്നൈ പോയിട്ടുണ്ട്. അവൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. എപ്പോൾ ക്യാമറ ഡെല്ലേക്ക് നേരെ തിരിച്ചാൽ അവൾ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഷീ ഈസ് ഓൾവേസ് ക്യാമറ റെഡി. കുക്കു സാറ് ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറാൻ ആദ്യം പേടിയായിരുന്നു, അതുകൊണ്ട് പൊക്കിയാണ് മേളിലിരുത്തിയത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ അവൻ്റെ പേടിയെല്ലാം പോയി. അവനില്ല സ്പൈഡർമാനൊക്കെ കയറുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് മേളിൽ കയറുകയും താഴെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പായിട്ടിരിക്കുന്നതാണ് ആലൻ്റെ അളിയൻ, ജെൻ ചേച്ചിയുടെ ഹസ്ബൻഡ്. വേറൊരാളും കൂടി ഇവിടെ ലാപ്പുമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അപ്പുറത്തുണ്ട്. ഞാനത് കാണിച്ചു തരാം. കുക്കു സാറിന് നെറ്റ്വർക്ക് ഇല്ലാത്തതിൻ്റെ സങ്കടമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ എല്ലാ വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോസും ഷോർട്സും ഒക്കെ. സമയാസമയങ്ങളിലെടുത്ത് അതിൻ്റെ വിസിബിലിറ്റി പബ്ലിക് ആക്കിയാൽ മതി. ട്രെയിൻ എടുത്തപ്പോഴത്തേക്ക് ഒരാളുടെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതാ ട്രെയിൻ എടുത്തു. സ്റ്റേഷന് തൊട്ടടുത്താണ്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, നമ്മുടെ കോളേജ് അല്ല എൻ്റെ കോളേജ്, ഫാത്തിമ മാത നാഷണൽ കോളേജ്. ഇപ്പം മുഖച്ഛായയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നൊപ്ലാഞ്ചി അടിച്ച് ഞാൻ വിൻഡോയിൽ കൂടെ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ട്രെയിനിന് സ്പീഡ് വളരെ കുറച്ചാണ് ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി ഗാഡ്സിലെ കൂടെ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. പ്ലെയിൻ ഏറി എത്തുന്നവരെ മെല്ലെ രണ്ടുപേരും മെല്ലെ സോസാണോ എന്തോ കളി തുടങ്ങിയിട്ടുണ്ട്. SOS വെട്ടോ കുത്തോ എന്തൊക്കെയോ. മറ്റേ ഒരാൾ ലാപ്ടോപ്പായിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അവനാണ്, ലിജോ ആണ്. ഹീ ടു ഈസ് വർക്കിംഗ്. അവർ 2 പേർക്കും എന്തോ തീർക്കേണ്ട പണികളൊക്കെ ഉണ്ട്. ട്രെയിനിൻ്റെ ഹോൺ അടിക്കുമ്പോഴത്തേക്ക് നിലു പറയുന്നത് അവിടെ ആനയുണ്ട്, അവിടെ ആനയുടെ സൗണ്ട് ഞാൻ കേട്ടെന്നൊക്കെയാണ് കേട്ടോ. അവന് കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നില്ല ട്രെയിനിൻ്റെ ഹോണാന്ന്. വാവേനെ കിടത്താനായിട്ട് തൊട്ടിലുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് അലൻ വന്ന് പറഞ്ഞു കേട്ടോ, നീ അതിൻ്റെ അകത്ത് കയറി കിടന്ന് കാണിക്കണം, നീ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ള പിള്ളേരെ അതിനകത്തേക്ക് കിടത്തുമെന്ന്. അങ്ങനെ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഓരോ പൊതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ വക കുറച്ച്, മമ്മിയല്ല ചേച്ചിയുടെ വക കുറച്ച് സോസേജസ് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. മമ്മി കുറച്ച് ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നു. അങ്ങനെ മോരൊക്കെ ഒഴിച്ച് ഞങ്ങൾ ചോറ് കഴിക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ പണി കഴിയാത്തതുകൊണ്ട് ജെൻ ചേച്ചി ഈസിയോ ബേബിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ പിന്നീട് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. ചെറിയൊരു മഴക്കോൾ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും മഴ എവിടെയും പെയ്തില്ല. മധുരയിലോ മറ്റാന്ന് തോന്നുന്നു, എവിടെയോ കുറച്ച് മഴ ഇങ്ങനെ കണ്ടിരുന്നു. സ്റ്റേഷനിൽ കുറച്ച് വെള്ളം കണ്ടിരുന്നു, അല്ലാണ്ട് മഴ പെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഒരാളെ ഞാൻ വളരെ സാഹസികമായി കിടത്തി ഉറക്കി. അപ്പുറത്ത് ഇസിയോ ബേബിനെ ഉറക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ദേ ഓരോരുത്തരായിട്ട് ചരിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ക്യാമറ റെഡി ആയിട്ടിരിക്കും. ഞാൻ എപ്പോഴാണ് ചരിച്ചു കൊണ്ടുവരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും ക്യാമറ സൂം ചെയ്ത് അങ്ങോട്ടേക്ക്. മമ്മി ഉറക്കമായി, വാവേനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനാണ് സൈഡിൽ കിടക്കുന്നത്. അങ്ങനെ ഞാനും കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്ക് ആര്യങ്കാവായി. ഇവിടെ എത്തിയപ്പോഴാണ് ആക്ച്വലി എന്തൊക്കെയോ ചായയോ ഫുഡോ ഒക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഇതിനകത്ത്. ആര്യങ്കാവൊക്കെ എത്തിയപ്പോഴത്തേക്ക് ദ വ്യൂ വാസ് ബ്രെത്ത് ടേക്കിംഗ്.
ഉറക്കം എണീക്കാറായി കേട്ടോ. അപ്പോഴേക്ക് ട്രെയിനിൽ ചായ വന്നു. അങ്ങനെ ചായയൊക്കെ മേടിച്ച് അവിടെ വെച്ച് ഞാൻ നിലുവിന് ഇത്തിരി പൊടി കലക്കിയെടുക്കുക. അവൻ ഈ ബേബി പൗഡറൊക്കെ വാങ്ങിക്കുന്ന പരിപാടി നിർത്തിയതുകൊണ്ട് ഞാൻ അമൂല്യാണ് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചസാരയ്ക്ക് ഒരു ചെറിയ സ്പൂൺ എടുക്കാൻ ഞാൻ മറന്നുപോയെന്ന്, അത് ഇവിടെയൊക്കെ ആയി കേട്ടോ. അങ്ങനെ പിന്നെ തൽക്കാലം അതൊക്കെ തുടച്ച് ഒരു കപ്പിലേക്കാക്കി മാറ്റി. ഡെല്ലയാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉറക്കം കാണിച്ചുകൊണ്ടിരിക്കുക. ഫ്ലാസ്കിൽ കൊണ്ടുപോയ ചൂടുവെള്ളം ഏകദേശം തണുപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വ്യൂ ഇത് തന്നെയായിരുന്നു. ഇതാണ് ട്രെയിനിൻ്റെ ആക്ച്വൽ സ്പീഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്രയും പതുക്കെയാണ് പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ചായ കുടിച്ചിട്ടൊന്നും ആയില്ല. വീട്ടിലെ എൻ്റെ ചായയുടെയും കാപ്പിയുടെയൊക്കെ കപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല അത്യാവശ്യം വലിപ്പമുള്ളതല്ലേ. പിന്നെ മമ്മി എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഇനിയൊരു ചായ വരുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മേടിച്ച് കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അതിന് വെയിറ്റ് ചെയ്തു. ഇന്നത്തെ സൺസെറ്റ് ഒന്നും എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തോട്ട് നോക്കിയാൽ ഒന്നും കാണാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കിട്ടാവുന്ന അത്ര പ്രകൃതി സൗന്ദര്യമൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറ്റിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തോ എന്ന് ചോദിച്ചാൽ പെയ്തില്ല. പക്ഷേ ഞങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയൊക്കെയോ പെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് ഒരിടത്തും മഴയില്ല. പിന്നെ AC കോച്ച് ആയതുകൊണ്ട് നമുക്ക് ചൂട് ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ജയ്പൂർ പോയപ്പോൾ ഇതുപോലെ നോർമലാണ് ബുക്ക് ചെയ്തത്. അന്ന് ഞങ്ങളൊരു പെടൽ പെട്ടു. അത് ഇതിനേക്കാളുമാണ് 2 days ഇരിക്കണം ട്രെയിനിൻ്റെ അകത്ത്. ഇതിപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു 10 hours ആണ്. ഇവിടുന്ന് അവിടെ ഒരു 9:45 10 മണിയാകുമ്പോഴത്തേക്ക് എത്തും. നിലുവും ഇസിയോയും ഇങ്ങനെ ഷെഡ്യൂൾ വെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇസിയോ എണീക്കുമ്പോഴത്തേക്ക് നിലു ഉറങ്ങും, നിലു എണീക്കുമ്പോഴത്തേക്ക് ഇസിയോ ഉറങ്ങും. നിലു എണീറ്റ് കരഞ്ഞ സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റിരുന്നു. അപ്പോൾ പിന്നെ അവൻ പാലൊക്കെ കുടിച്ചൊന്ന് സെറ്റായപ്പോഴത്തേക്ക് ഇസിയോ വീണ്ടും ഉറങ്ങി. ഞാൻ ഇതിനു മുൻപ് ചെന്നൈയിലാണ് പോയിട്ടുള്ളത്. ഡാഡയുടെ അന്ന് ഞാൻ പറഞ്ഞ ആ മരിച്ചുപോയ പെങ്ങൾ സിബ്ലാൻഡിയുടെ വീട്ടിലേക്ക്. ട്രിച്ചിയിലോട്ട് ഇതാദ്യമായിട്ടാണ്. ഏതാണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ജോണെങ്കിൽ വിളിക്കുന്നുണ്ട് വേളാങ്കണ്ണി പോകുമ്പോൾ അതിലേ വാ എന്നും പറഞ്ഞിട്ട്. നിലുവിനെ അലൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുക്കുവിനെ ഒന്ന് ഉറക്കാനുള്ള ശ്രമം നടത്തിയത്. അവൻ നല്ല ടയേർഡായിരുന്നു അത്യാവശ്യം. ഡെല്ലയും ഉറങ്ങി കേട്ടോ. എല്ലാവരെയും ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ ആർക്കും ഉറങ്ങാൻ വയ്യായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർ വീതം ഉറങ്ങിപ്പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എണീക്കത്തുള്ളൂ. ഈ കുരുപ്പ് അത്യാവശ്യത്തിന് ഉറങ്ങിയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉറങ്ങത്തുമില്ല. ഇനിയിപ്പോൾ സ്പൈഡർമാൻ കളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ട്രെയിൻ ചെയ്താണ് അവസാനം അവൻ പ്രോ ആയത്. പേടിച്ചു പോയാ നിലു? പേടിച്ചു പോയാ? ആര് പേടിപ്പിച്ച്? ഡാനി പാപ്പ. ലിജോ അവിടെ ലിജോ. പിന്നീട് കുട്ടിപ്പട്ടാളങ്ങൾ ഓരോന്ന് വീതം എണീറ്റിട്ടുണ്ടായിരുന്നു. ഡെല്ല എണീറ്റിട്ട് ഡെല്ല ഇത്ര നേരം കണ്ടില്ല അവൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവന് കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് അവൾ പേടിച്ചിട്ടാണ് അവിടെ കവർ ചെയ്ത് പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്. ആൾ പ്രോ ആയ കാര്യം ഇപ്പോഴും അറിയത്തില്ലല്ലോ. അവിടം വരെ എത്തും കേട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ആരെങ്കിലും വലിച്ച് മുകളിലേക്ക് ഇടണം. അവിടെ നിന്ന് അങ്ങോട്ട് കാലെടുത്ത് വെക്കാനായിട്ട് ഏണി ഇല്ലാത്തത് കൊണ്ട് പാടാ. അലൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഊരി വെക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ വലിഞ്ഞ് കയറത്തില്ലല്ലോ തനിയെ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആൾക്കാരൊക്കെ പാപ്പാവേടെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് മാറ്റിയാണ് ഓരോരുത്തരും വീതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെല്ല ഇത് ആ മേളിലത്തെ 2 ചെയിനിൽ പിടിച്ചിട്ടാണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യയായി ഉഷസ്സായി വിശപ്പുമായി. അങ്ങനെ ഞാനും ലിജോയും കൂടെ മമ്മി കൊണ്ടുവന്ന ചപ്പാത്തിക്കകത്ത് കുറച്ച് സോസേജ് പീസസ് ഒക്കെ വെച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് ഷവർമ റോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് അലന് കൊണ്ട് കൊടുക്കാൻ പോയതാണ്. പിന്നെ വന്നിട്ട് റോൾ ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിരുന്ന് ചമ്മന്തിയും സോസേജും ഒക്കെ ആയിട്ട് പിറക്കി കഴിച്ചു. പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരത്ത് അങ്ങിങ്ങനെ കുറച്ച് ലൈറ്റ്സ് കാണുന്നതല്ലാതെ പുറത്തോട്ടൊന്നും കാണാനില്ലായിരുന്നു. ഇസിയോ ബേബി അപ്പോഴത്തേക്ക് ഒരു കുളിയും പോട്ടിയും ഒക്കെ കഴിഞ്ഞ് ഗെറ്റ് റെഡി ആയിട്ടുണ്ട് രാത്രി തുറക്കത്തിന്. ലിജോ വെള്ളം ഇങ്ങനെ ബോട്ടിൽ ഷേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വേൾപൂൾ പോലെ വരത്തില്ലേ, അത് കാണിച്ചു കൊടുത്തു. അത് തനിയെ ചെയ്യാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അവൻ ചെയ്താൽ വല്ലതും നടക്കുമോ? വന്നോ മമ്മ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നു അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണം. ഇങ്ങനെ ഞങ്ങൾ എത്താറായി, സ്റ്റേഷൻ എത്താറായി. എടുക്കാനുള്ള പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് താഴെ വെച്ച് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടെ പോയി ഇതെല്ലാം എടുത്ത് വെക്കണം. ട്രെയിൻ അവിടെ നിന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു ചെന്നൈ വരെ പോണ ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നിടത്ത് 5 minutes മറ്റേ ഉള്ളൂ നിർത്തുന്നത്. ഷോർട്സ് ഒന്നും തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, ലോങ് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ ലോങ് വീഡിയോസ് ഫുള്ളൊരു 3-4 വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഞാൻ ഷോർട്സ് എടുക്കാം അല്ലെങ്കിൽ വേറൊരു വീഡിയോ എടുക്കാം എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെയും ലോങ് വീഡിയോ ഉണ്ടാവും, കാണണം കേട്ടോ.
അങ്ങനെ ഞങ്ങളിതേ ട്രിച്ചി സ്റ്റേഷനിൽ ഇറങ്ങി. ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ബാക്കിലൂടെയാണ് 2 തവണ വന്നപ്പോഴും തിരിച്ചു പോയപ്പോഴും ഒക്കെ പോയത്. ഫ്രണ്ടിൽ ഐ ലവ് ട്രിച്ചി എന്നുള്ള ബോർഡും സെൽഫി സ്പേസും ഒക്കെ ഉണ്ടെന്ന് അങ്കിൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വി വെ വെരി ടയർഡ്. അതിനത് ഈ ഒരു ബാക്ക് സൈഡ് ഇതിലേക്കൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേക്ക് പള്ളി ജംഗ്ഷനോ അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരുച്ചിറപ്പള്ളി എന്നുള്ളതിൻ്റെ ബാക്കിയുള്ള ലൈറ്റൊക്കെ പോയി കിടക്കുക, പള്ളി മാത്രമേ കത്തുന്നുള്ളൂ. ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് അങ്കിൾ 2 കാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു ഹാർഡ്ലി 20 to 25 മിനിറ്റ്സിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു അങ്കിളിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളിതാ ട്രിച്ചിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. വെൽക്കം ടു തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ വിത്ത് അസ്. റോക്ക് സിറ്റി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമുക്ക് റോക്കൊക്കെ പതിയെ വഴിയെ എക്സ്പ്ലോർ ചെയ്യാം. ഡാഡയുടെ പെങ്ങള് ലിനിയാൻ്റെ അവിടെ ആങ്ങളെയും കാത്ത് പൂമുഖപ്പടിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അകത്തെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നിനെ വീതം ഇങ്ങനെ കുളിപ്പിച്ചിറക്കി. ആലനാണ് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. ഓരോരുത്തർ വിധം റെഡിയാവുകയാണ് കേട്ടോ. ആൻറ്റി ഡിന്നറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കേണ്ട വലിയ വിശപ്പില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചപ്പാത്തി കഴിച്ചതുകൊണ്ട് നല്ല ചൂടോടെ ദോശ ചുടുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാൻ തോന്നി. അളിയനും അളിയനും കണ്ടുമുട്ടിയ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടുത്തെ സെറ്റ് അളിയനും അളിയനും എല്ലാവരുമായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട്. രണ്ട് ബാത്റൂമിലായിട്ട് ഓരോരുത്തർ വീതം ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചി വന്ന പാടെ തന്നെ ഫുഡിൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കി പിന്നെ പിള്ളേർക്കുള്ള ഡിന്നറൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ ഞാൻ പോയി ഫ്രഷായി. ഞാൻ ഫ്രഷായിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ ഡിന്നർ കഴിപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ചപ്പാത്തിയും നെയ്യും ഷുഗറുമാണ് കേട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ട് കുപ്പി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെച്ചു. ഈ അമൃതമല്ല പാൽപ്പൊടിയിൽ പാലെടുത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ കട്ട പിടിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം കൂടെ കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചു. എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവനും കുറച്ചൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ചോറ് പൊന്നിയരി ആയതുകൊണ്ട് അവൻ പറയുന്നത് ബിരിയാണി വേണ്ട എന്നാണ്. വീട്ടിൽ ബിരിയാണിയും മന്തിച്ചോറും ഒന്നും നിലു കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ആ ചോറും അവന് വേണ്ട. അങ്ങനെ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി, വയറ്റിൽ എന്തെങ്കിലും പോട്ടെ എന്ന് കരുതി. അമൃതം ഉണ്ടല്ലോ, അത് പിന്നെ വേണമെങ്കിൽ കാച്ചി കൊടുക്കാം. അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. ഒരു 3/4 ചപ്പാത്തിയോളം കഴിച്ചു. പിന്നെ വേണ്ട മതിയെന്നും പറഞ്ഞേ അത് വെള്ളം കാണിക്കണ്ടായിരുന്നു. ഞാൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം അവൻ ഗ്ലാസ്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദേഹം ഡ്രസ്സും മുഴുവൻ നനയ്ക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തത്. അത് കണ്ടപ്പോഴേക്ക് പിന്നെ അത് കുടിക്കണമെന്ന് പറഞ്ഞിട്ടായി. പിന്നെ അത് കുടിച്ച് വയറ് നിറച്ചു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, വീഡിയോയിൽ കുട്ടികളെ ഒരുപാട് കാണിക്കുന്നതുകൊണ്ട് കമൻസ് ഇടയ്ക്കിടെ തനിയെ ഓഫ് ആവുന്നതായിരിക്കും. ഞാനായിട്ട് ഓഫ് ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചൂടോടെ 2 ദോശയും ആൻറ്റി ഇവിടെ പാര മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറിയും പിന്നെ കുറച്ച് ചമ്മന്തി. കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നല്ല ദോശ ചുടുന്ന മണം. മാവൊക്കെ നല്ല ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം മാവ്. അങ്ങനെ ഞാനും ലിജുവിൻ്റെ വൈഫ് മെർലിനും കൂടെയാണ് ഇപ്പോൾ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വാവേനെ ലെനിയാൻ്റെ അടുത്തേക്കുന്നത്. ലെനിയാൻ്റിയുടെ ഗ്രാൻഡ് സണ്ണാണ് നമ്മുടെ സിയോ ബേബി. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്ന് അമൃതവും കൂടെ കാച്ചി വെക്കാമെന്ന് കരുതി. കാച്ചി വെച്ച് കഴിഞ്ഞാൽ പതുക്കെ തണുത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ഒരു കുപ്പി കുടിപ്പിക്കണം. കാരണം 3/4 ചപ്പാത്തിയല്ലേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കുപ്പി ഉച്ചയ്ക്കത്തേക്കും വേണം. നീളം കണ്ടിട്ട് അവിടെ വന്നത് ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടനും ലിജോയും ഒക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത്ഭുത ദ്വീപിലെ പ്രജകളെ അങ്ങനെ കാണപ്പെടും, ചെറുതായിട്ട് കാണപ്പെടും. ഓൾറെഡി നീളമില്ല, അതിൻ്റെ കൂടെ അങ്ങനെ. ഈ ഒരു കിച്ചൺ സ്ലാബും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഗ്യാസിൻ്റെ പുറത്തൊക്കെ വെക്കുമ്പോൾ വീട്ടിൽ അത്രയും അതിനേക്കാളും ഇത്തിരി പൊക്കം ഉള്ളതുപോലെ. ആൻറ്റിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ. ഓരോ സാധനം എനിക്ക് തപ്പി പിടിക്കേണ്ടി വന്നു. ഈ പാൻ ആൻറ്റി തപ്പി പിടിച്ച് തന്നതാണ്. ഞാൻ അമൃതം കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുക്ക് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ദോശമാവ് പൊങ്ങിപ്പോകുന്നുണ്ട്. അവൻ വന്നിട്ട് അമ്മ പാലെല്ലാം പോന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ദോശമാവാണ് പൊങ്ങിപ്പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആൻറ്റീൻ്റെ അടുത്ത് പോയി പറ മാവ് ആട്ടി വെച്ചത് പൊങ്ങി വരുന്നുണ്ടെന്ന്. ആൻറ്റി അത് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉപ്പ് കിട്ടിയിട്ടില്ല, പഞ്ചസാര കിട്ടി, പഞ്ചസാര ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, ഇതിൽ ഉപ്പ് കിട്ടിയില്ല. പിന്നെ ആൻറ്റി എനിക്ക് ഉപ്പൊക്കെ എടുത്ത് തന്നിട്ടാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കിയത്. ഉരുണ്ടുമറിയലൊക്കെ കഴിഞ്ഞ് രണ്ടിനെയും ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ആലന് ഈ ഇടത്തെ അറ്റത്തും എനിക്ക് വലത്തെ അറ്റത്തും കിടന്നുറങ്ങാനായിട്ട്. അപ്പം നമുക്കിനി നാളത്തെ വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ ലോങ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.